റെജി ലൂക്കോസ് ഇപ്പോൾ ദീപ അനിൽ പറഞ്ഞതും കേട്ടു, ഗായത്രി പറഞ്ഞതും കേട്ടു, ഇന്ന് മോഹൻലാൽ പറഞ്ഞത് നമ്മൾ കേട്ടു, മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു, ഗോവിന്ദമാഷ് പറഞ്ഞത് കേട്ടു, വി.ഡി. സതീശൻ പറയുന്നത് കേട്ടു, സിമി റോസ്ബെൽ ജോൺ പറയുന്നത് കേട്ടു. നമ്മൾ ഹേമ കമ്മിറ്റിക്ക് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ കുറച്ചുകൂടി ഒരു മെച്യൂരിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് തോന്നിയ ഒരു ദിവസം ഇന്ന് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. റെജി ലൂക്കോസ് ചർച്ചയുടെ ഈ ഘട്ടത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? ഡോക്ടർ ലാല് പറഞ്ഞത് 100% ശരിയാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് കേരളത്തിലെ സ്ത്രീജനങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിലും സ്ത്രീ മുന്നേറ്റത്തിലും ഒരു പരിധിവരെ രാജ്യത്തിനുപരിയായിട്ട് അന്തർദേശീയ തലങ്ങളിൽ തന്നെ ഇപ്പം നമ്മുടെ പല സ്ത്രീ കൂട്ടായ്മകളെക്കുറിച്ചും യുണൈറ്റഡ് നേഷൻസിൽ പോലും ചർച്ചകൾ വന്നിട്ടുണ്ട്, പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേരളം കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാരിൻ്റെ ആർജവം കൊണ്ട് മാത്രം ഹേമ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ വെച്ച് ബാക്കിയെല്ലാം പുറത്തു വന്നപ്പോൾ ഇതുവരെ കേരളം ഒരിക്കലും കേട്ടുകേൾവി പോലില്ലാത്ത തങ്ങൾക്ക് അനുഭവിച്ച പീഡനങ്ങളുമായിട്ട് വനിതാ നടിമാരും സാങ്കേതിക പ്രവർത്തനത്തിൽ കുറേ ആളുകളും പലർക്കും പേര് സഹിതം വെളിപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വന്നു. ആ ഒരു ധൈര്യം, അതിനാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ സംഭാവന കേരളം വീണ്ടും ചരിത്രത്തിൻ്റെ രേഖകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്നത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സിനിമയിൽ തങ്ങൾക്ക് ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് നിൽക്കാൻ പാടില്ലാത്തൊരു ഗതികേടിൻ്റെ പുറത്ത് സിനിമയിൽ നിന്നിരുന്ന സ്ത്രീകൾ സധൈര്യം പുറത്തു വന്നതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതിൻ്റെ അനുരണങ്ങൾ അതേപടി തന്നെ ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, CPM-നകത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ വി.ഡി. സതീശൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു നിസ്സാരക്കാരിയല്ലാത്തൊരു വനിതാ നേതാവ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന്, ആരാണവർ അതുകൂടെ പറയാം. സിമി റോസ്ബെൽ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ദേശീയ നേതാവായിരുന്ന കാലത്ത് തന്നെ KSUവിലൂടെ വന്ന ഒരു നേതാവാണ്. അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരളത്തിലെ PSC മെമ്പറായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ദീപ അനിൽ പറഞ്ഞ് അവർക്കൊരു പദവി കിട്ടി, പിന്നെ എന്തിനാ അവർ വരണമെന്ന് ചോദിച്ചു. അപ്പോൾ കോൺഗ്രസിന് എത്ര ഒരു ലിമിറ്റഡ് ഏജ് ഉണ്ടോ, ഇത്ര ഏജ് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളവരും എനിക്കറിയത്തില്ല. അവർ പറഞ്ഞ 3 കാര്യങ്ങൾ കേരളം ഞെട്ടിക്കൊണ്ടാണ് കേട്ടെ. ഇത്രയ്ക്കും വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു ദിവസം ഇന്ന് സിമി റോസ്ബെലിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് കേരളം ഭയാനകമായ രീതിയിൽ കണ്ടു. വനിതകൾ സിനിമയിൽ നിന്ന് വെളിപ്പെടുത്തിയതിന് തുല്യമായ രീതിയിൽ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ നേതൃപദവിയിലേക്കും പദവികളിൽ ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പവർ ഗ്രൂപ്പുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന സാക്ഷാൽ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രതിപക്ഷ നേതാവ് അവരുടെ മുഖത്ത് നോക്കി അവരെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞു. PSC മെമ്പറായാലല്ലേ നിങ്ങൾ വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. കൂടാതെ കൊണ്ട് അവർ പേരെടുത്ത് പറഞ്ഞ കുറേ ആളുകളുടെ പേരുണ്ട്, അതൊന്നും ഞാനിവിടെ വലിച്ചടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേരളം അത് മുഴുവൻ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 3 പേർക്ക് ഈ കോൺഗ്രസ് പാർട്ടിയിൽ 3 വനിതകൾക്ക് പീഡനങ്ങൾ ഏറ്റതിൻ്റെ റെക്കോർഡ്, വോയിസ് റെക്കോർഡ് സഹിതം തെളിവ് സഹിതം എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ലാൽ നമുക്ക് ഉറപ്പിക്കാം, നാളെ മുതൽ സിനിമയിൽ നിന്നും പുറത്തു വന്ന സ്ത്രീ ശബ്ദങ്ങൾക്ക് തുല്യമായ ശബ്ദങ്ങൾ കോൺഗ്രസിൽ നിന്ന് നാളെ മുതൽ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മേൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ദീപ അനിലിനെ പോലെ കോൺഗ്രസ്സുകാർ ഇവിടെ സംസാരിക്കുമ്പോൾ ദയവായി നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. ദീപ അനിൽ രാഷ്ട്രീയത്തിന്റെ കണക്ക് പറയല്ലേ, സ്ത്രീകളുടെ രാഷ്ട്രീയം പറയല്ലേ, ദയവായി നിൽക്കൂ. ദയവായി കക്ഷി രാഷ്ട്രീയം ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിപ്പിക്കാതിരിക്കുക എന്നുള്ള നിങ്ങളുടെ തന്ത്രം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കറിയാം, സ്ത്രീകളുടെ വേദനയാണ്. നമ്മൾ കൂടെ അവരുടെ ശബ്ദം മ്യൂട്ട് ചെയ്യാൻ പറയൂ, അവർ വെറുതെ ശബ്ദമലിനം ഉണ്ടാക്കുക. ദയവായി ദീപ സ്ത്രീകളുടെ കൂടെ നിൽക്കൂ, സ്ത്രീകളുടെ കൂടെ നിൽക്കൂ. കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ് സംസാരിക്കാൻ പറയൂ. പറയൂ റെജി. അവരോട് നിശബ്ദമായിരിക്കാൻ പറയൂ. ഇത്ര ബഹുമാനിയായ ഒരു സ്ത്രീയല്ലേ. ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. ഇവിടെ അല്ലല്ല നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ പറയരുത്. ജനാധിപത്യ എല്ലാവരുടെയും കാര്യം പറയാനുള്ള അവകാശമുണ്ട്. അല്ലല്ല ഇൻടോളറൻസിന്റെ കാര്യമൊന്നും പറയണ്ട. ഇല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ദയവായി നമുക്ക് ഇന്നത്തെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ കക്ഷി രാഷ്ട്രീയം ദയവായി കൊണ്ടുവരാൻ നിൽക്കൂ. ദയവായി ദീപാനിൽ റെജി ലൂക്കോസ് പൂർത്തിയാക്കട്ടെ. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. പറയൂ റെജി ലൂക്കോസ്. ഞാനൊന്ന് പൂർത്തിയായിരിക്കട്ടെ മാഡം. നിങ്ങൾ ഇന്നലകളിലെ കാര്യമൊക്കെ പറയാതെ ഞാനൊന്ന് പൂർത്തിയായിരിക്കട്ടെ. എനിക്കത് പറയാനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. ഇവിടെ ഗായത്രി വർഷയ്ക്കുണ്ട് അതിൻ്റെ അവകാശങ്ങൾ.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ വനിതകളുടെ ഒരു പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഈ ഹേമ കമ്മിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സിമി റോസ്വെൽ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ അതിന്ന് കേരളത്തിന് മുമ്പിലുണ്ട്. വളരെ ഭയാനകമായ വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത്. കീഴ്പ്പെടാൻ അല്ലെങ്കിൽ എന്താ പറയുക, കീഴ്പ്പെടാൻ തയ്യാറാകാത്ത സ്ത്രീകൾക്ക് കോൺഗ്രസിന് നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല, പദവികൾ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതേ രീതിയിലുള്ള പീഡനങ്ങളാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറയുന്നു ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക്. ഇവരുടെ പ്രതിപക്ഷ നേതാവിന്റെ പേര് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, എനിക്കത് പറയാൻ പാടില്ലേ? ദീപാനിൽ അല്ല, ക്ഷമിക്കണം, സിമി റോസ്വെൽ പറഞ്ഞിരിക്കുന്നത് ഞാനായിട്ട് പറഞ്ഞതല്ല. ഇതൊന്ന് കേരളത്തിലെ ചാനലുകളിലും മാധ്യമങ്ങളും മുഴുവൻ പുറത്തുവിട്ട വസ്തുതകളാണ്. അവർ സധൈര്യം പറഞ്ഞിരിക്കുന്നു. അവർ നിസ്സാരക്കാരി രാഷ്ട്രീയ പ്രവർത്തകരല്ല. അവര് നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ട് മാരാരി കൊടുക്കുന്നു. അല്ലെ, ദയവായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറയുന്ന മറുപടി പറയുന്നില്ല. യു പ്ലീസ് ഒരു മാന്യത കാണിക്കും ചർച്ചയിൽ. നിങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ട്? ഞാൻ അവര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ദീപാനിൽ എന്തിനാണ് ഇതുപോലെ വിഷമിക്കുന്നത്? എനിക്കൊരു വിഷമവുമില്ല. അല്ല, അത് നിങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. ദയവായിട്ട് നിങ്ങൾ ശാന്തയാവൂ. ഇല്ലാത്ത കാര്യം താങ്കൾ ബഹളം ഉണ്ടാക്കുന്നവർ താങ്കളുടെ പാർട്ടിക്കാണ് അതിന്റെ ക്ഷീണം. നിശബ്ദമായിട്ട് അത് നിങ്ങളുടെ അവസരത്തിൽ കണ്ണിക്കൂ. അല്ല, അങ്ങയുടെ അല്ല മേഡം, നിങ്ങളുടെ അവസരത്തിൽ കണ്ണിച്ചോളൂ. നിങ്ങൾ സംസാരിപ്പിക്കാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഇനി നിങ്ങൾ തുടങ്ങിയ ഞാൻ സംസാരിച്ചു കൊടുക്കും. ദയവായിട്ട് നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്ലീസ്. ഐ റിക്വസ്റ്റ് യു. ഞങ്ങള് പിന്നെന്തിനാ നിങ്ങൾ ഞാൻ പറയുമ്പോൾ സംസാരിക്കുന്നത്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ട് നിശബ്ദയായിട്ടിരിക്കൂ. ഞാൻ നിങ്ങൾ പറയുമ്പോൾ എന്റെ അരമണിക്കൂർ ഒരക്ഷരം പോലും മിണ്ടാതെ ഞാനിവിടെ ഇരുന്ന ഒരാളാണ്. നിങ്ങൾ പറഞ്ഞത് കേട്ടോണ്ട്. കാരണം ബഹുമാനരായ രണ്ട് വനിതകളായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, രണ്ടുപേരുടെ കൂടി. ഗായത്രി വർഷയൊക്കെ എത്ര ശാന്തമായിട്ടാണ് സംസാരിച്ചവര്. അവരുടെ കാര്യം വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ ഒരു നയം എടുക്കുന്നതാണ് എനിക്ക് തോന്നിയത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെന്ന് വിഡ്ഢികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദീപാനിലെ ദയവായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയാം. നമുക്ക് ഇത്തരം വാക്കുകൾ വിഡ്ഢികളാക്കാതിരിക്കൂ. റെജി ലൂക്കോസ്, എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഡോക്ടർ ലാലോ പറഞ്ഞ കാര്യങ്ങളല്ല. ഒറ്റ കാര്യം റെജി ലൂക്കോസ്, അതായത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന്, പാർട്ടി തൊഴിലിടമല്ലാത്തത് കൊണ്ട് അവിടെ ഈ കാര്യങ്ങൾ സിനിമയുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ടെന്ന് നേരത്തെ ദീപാനിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേ ജനങ്ങൾ? അല്ല, ഇത് ജനാധിപത്യ രാജ്യമല്ലേ, ഇത് ഏകാധിപത്യമൊന്നുമല്ലോ. ഈ കേരളം എന്ന് പറയുന്നത് അല്ലെ ഇന്ത്യ എന്ന് പറയുന്നത് അത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തങ്ങൾ ഇങ്ങനത്തെ വേദനകൾ അനുഭവിക്കുന്നു. കാസ്റ്റിംഗ് കൗച്ചുണ്ട്, പവർ ഗ്രൂപ്പുണ്ട്, നേതാവ് പ്രതിപക്ഷ നേതാവാണ്. ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് വരണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട വരും. ഇതേ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാതികളാണ് നമ്മുടെ വനിതാ നടിമാരിവിടെ പറഞ്ഞത്. അത് ആവർത്തിരിക്കുന്നു. കോൺഗ്രസിലെ സമന്വിതയായിട്ടുള്ള നേതാവ്, ഈ രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നേതാവാണ്. ഞാനതാണ് രാജീവ് ഗാന്ധിയുടെ കാലം മുതലേ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ് കോൺഗ്രസിന്റെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നേതാക്കന്മാരൊരാളാണ്. അവർ പറയുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൽ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ദീപാനിൽ എങ്ങനെ സാധിക്കുന്നു?